ഫ്രാൻസിനും ക്രൊയേഷ്യക്കുമെതിരായ ഫ്രണ്ട്ലി മാച്ചിന് മുന്നോടിയായി ആഞ്ചലോട്ടി തന്റെ സ്ക്വാഡിലെ മുന്നേറ്റ നിരയെ പ്രഖ്യാപിക്കുകയാണ്. നെയ്മർ അത് തത്സമയം വീക്ഷിക്കുന്നുണ്ട്. ആഞ്ചലോട്ടി പേരുകൾ ഓരോന്നായി പറയാൻ തുടങ്ങി. എൻട്രിക്, ഗബ്രിയേൽ മാർട്ടിനെലി, ഇഗോർ തിയാഗോ, ലൂയിസ് എൻറിക്കെ, മാറ്റിയസ് ക്യൂഞ്ഞ, റാഫീഞ്ഞ, റയാൻ, വിനീഷ്യസ് ജൂനിയർ. എന്നാൽ ആ ലിസ്റ്റിൽ അയാളുടെ പേരില്ലായിരുന്നു. താങ്ക്സ് പറഞ്ഞ് ആഞ്ചലോട്ടി എഴുന്നേൽക്കുമ്പോൾ നെയ്മറിന് ഒരു തരം മൂകത പൊടിഞ്ഞിരുന്നു. പെട്ടെന്നയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഹായ് ആഞ്ചലോട്ടി, വാട്ട് അബൌട്ട് മീ? ആഞ്ചലോട്ടിയുടെ ഓരോ പ്രതികരണങ്ങളും നെയ്മറിനെ പ്രതികൂലമായിരുന്നു. ആരാധകർ സങ്കടത്താൽ മനമുരുകി പ്രാർത്ഥിച്ചിരിക്കണം, കാലമേ ഇനി അങ്ങനൊരു വിധി നൽകില്ല എന്ന്. കാരണം താങ്ങാവുന്നതിലും അപ്പുറം ഞങ്ങൾ സഹിച്ചതായിരുന്നു. നെയ്മറില്ലാത്തൊരു വേൾഡ് കപ്പ് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ആഞ്ചലോട്ടി നെയ്മറിനെ കുറിച്ച് പ്രസ്താവിക്കുമ്പോഴെല്ലാം ഹൃദയത്തിൽ കൊള്ളിയാൻ മിന്നുകയാണ്. പേരുകേട്ട ബ്രസീലിയൻ ഇതിഹാസങ്ങൾക്ക് ശേഷം മഞ്ഞപ്പടിയുടെ മഹിമ ഉയർത്തിപ്പിടിച്ചത് ആ മനുഷ്യൻ മാത്രമല്ലേ? പ്രിയ ആഞ്ചലോട്ടി, വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനേക്കാളും രാജ്യത്തിന്റെ വിജയമാണ് മോഹിക്കുന്നതെന്നറിയാം. എന്നിരുന്നാലും ഒരു സബ് പ്ലെയറുടെ റോളിലെങ്കിലും ആ കാനറി പക്ഷിയെ നിങ്ങൾ ടീമിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെയായിരുന്നു അയാളുടെ അഭാവത്തിൽ മേൽ പൊട്ടിപ്പുറപ്പെട്ട വാക്കുകൾ. കാരണം അയാൾ കാൽപന്ത് ലോകത്തിന് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു. ആരാധകരാകട്ടെ ആഞ്ചലോട്ടിയുടെ പരിശീലക സ്ഥാനം വളരെ അമർഷത്തോടെയാണ് നോക്കിക്കണ്ടത്. ഫ്രാൻസിനോട് പരാജയപ്പെട്ടത് അതിന് ആക്കം കൂട്ടി. പിന്നീട് അങ്ങോട്ട് നെയ്മറിന് പരീക്ഷണത്തിന്റെ നാളുകളായിരുന്നു. നെയ്മർ പൂർണ്ണ ഫിറ്റ്നസോടെ കളം നിറഞ്ഞാൽ മാത്രം ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ആഞ്ചലോട്ടി ചട്ടം കെട്ടുന്നു. എങ്കിൽ സർവ്വതും നൽകാൻ ഞാൻ തയ്യാറാണെന്ന് നെയ്മറും വിചാരിക്കുകയാണ്. പിന്നീട് സാന്റോസിന്റെ ജേഴ്സിയിൽ നെയ്മറിന്റെ നിർത്താരവമായിരുന്നു. ആഞ്ചലോട്ടിയെ നിങ്ങൾ കൺതുറന്ന് ദർശിക്കുകയെന്ന് സാക്ഷാൽ സുൽത്താൻ പറയാതെ പറഞ്ഞിരിക്കണം. കാരണം തന്നെ മാറ്റി നിർത്തുന്നതിൽ അത്രത്തോളം സഹിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ. വേൾഡ് കപ്പിന്റെ അനർഘ നിമിഷങ്ങളിലേക്കുള്ള നാളുകൾ ചുരുക്കപ്പെടുകയാണ്. ബ്രസീൽ ആരാധകരുടെ ഉള്ളിലൊരു ഒരേയൊരു ആശങ്ക നെയ്മറിനെ ചുറ്റിപ്പറ്റിയുള്ളത് മാത്രമായിരുന്നു. അതിനിടെയാണ് ആഞ്ചലോട്ടിയും കുട്ടികളും തമ്മിലുള്ള കുശലം പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നിങ്ങൾ വേൾഡ് കപ്പ് ടീമിൽ നെയ്മറിനെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആഞ്ചലോട്ടിയുടെ കുട്ടികൾക്ക് പറയാനുണ്ടായിരുന്നത്. ചെറുപുഞ്ചിരിയോടെ തലയാട്ടി അയാൾ മടങ്ങി. ആ നാളുകളിൽ നെയ്മർ സാന്റോസിൽ നൃത്തമാടുകയായിരുന്നു. അവസാനം കളിച്ച 17 മത്സരങ്ങളിൽ 11 ഗോളും 4 അസിസ്റ്റുകളുമാണ് നെയ്മർ നേടിയെടുത്തത്. എന്നിലെ പ്രതിഭ അവസാനിച്ചിട്ടില്ല എന്ന് അടയാളപ്പെടുത്തൽ ആരാധകരെ വീണ്ടും ഉന്മാദരാക്കുന്നു. നെയ്മറിന്റെ സ്ഥിരീകരണം ഏകദേശം ഉറപ്പിച്ച മട്ടാണ്. അന്ന് ഒരു മത്സരത്തിനിടെ കോരിറ്റിബ ആരാധകർ അയാളെ രൂക്ഷമായി വിമർശിച്ചു. നീ വേൾഡ് കപ്പ് കളിക്കില്ല എന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ അവിടെ നെയ്മറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എന്നെ നീയൊക്കെ നിന്റെ വീട്ടിലിരുന്ന് കാണും. മെയ് 22-ന് കോച്ച് കാർലോ ആഞ്ചലോട്ടി തന്റെ 50-അംഗ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നു. ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തങ്ങളുടെ സുൽത്താൻ നെയ്മർ സ്ക്വാഡിലുണ്ട്. ഇനി വിധിയെഴുതേണ്ടത് ഫൈനൽ സ്ക്വാഡാണ്. അതോടെ പല ബ്രസീലിയൻ മാധ്യമങ്ങളും അയാൾ ടീമിലുണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പു തന്നിരുന്നു. പക്ഷേ ആഞ്ചലോട്ടിയുടെ പ്രഖ്യാപനം അത് മാത്രമേ ആരാധകർക്ക് പൂർണ്ണ വിശ്വാസം നൽകുകയുള്ളൂ. അവർ കാത്തിരുന്നു. മെയ് 18-ന്റെ ആ പുലരിക്കായി. അതുവരെ കേൾക്കാത്ത ആഹ്ലാദ ശബ്ദങ്ങൾ അവിടെ നിന്ന് ഉയർന്നു കേട്ടു. അതെ, വടക്കമേരിക്കയിലെ ആ കാൽപന്താരവത്തിന് നെയ്മർ തയ്യാറാണ്. കൃത്യമായി പറഞ്ഞാൽ 2 വർഷത്തിനും 7 മാസങ്ങൾക്കും ശേഷമാണ് സുൽത്താൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നത്. അതും ആഞ്ചലോട്ടിയുടെ കീഴിൽ ആദ്യമായും. പരിക്കുകളോട് മല്ലടിച്ച രാജകുമാര അങ്ങ് ബ്രസീലിന്റെ സ്വപ്നച്ചിറകായി മാറണം. തള്ളിപ്പറഞ്ഞവരുടെ മുമ്പിൽ നിങ്ങൾ മറുപടി നിരത്തണം. പഴയ നിർത്താരവത്താൽ കാൽപന്ത് ലോകത്തെ ഉന്മാദരാക്കണം. എല്ലാം കീഴടക്കി അങ്ങയുടെ പ്രിയമിത്രം ഖത്തറിൽ അവതരിച്ചതുപോലെ വടക്കേ അമേരിക്കൻ മണ്ണിൽ വിശ്വരാജാവായി അവതരണമെടുക്കണം. അതിനായി ഞങ്ങൾ കാത്തിരിപ്പാണ്.